കടിയേറ്റ് 22 വയസ്സുള്ള വിജയ് സോലിനി കട്ടീരിയനായി മരിച്ചു. സ്നേഹമുള്ള പ്രവൃത്തിക്ക് കാരണമായ അന്ത്യം. യഥാസമയം ചികിത്സ തേടാത്തത് അദ്ദേഹത്തിന്റെ മരണത്തിന് കാരണമായി. യഥാസമയം കുത്തിവയ്പ്പെടുത്തു കഴിഞ്ഞാൽ 100% തടയാൻ പറ്റുന്ന അസുഖമാണ് പേവിഷബാധ. എന്നാൽ തലച്ചോറിനെ ബാധിച്ചു കഴിഞ്ഞാൽ 100% മരണം ഉറപ്പാണ്. പേവിഷബാധയുടെ ലക്ഷണങ്ങൾ എന്ന് പറയുന്നത് ഭയം, ഉത്കണ്ഠ, വെളിച്ചത്തിനോടുള്ള പേടി, വെള്ളത്തിനോടുള്ള പേടി, അവസാനം മരണം വരെ സംഭവിക്കാം. നായയുടെ കടിയിലൂടെ മാത്രമല്ല, നമുക്ക് രോഗം ബാധിച്ചിട്ടുള്ള പശു, പൂച്ച, കുരങ്ങ് അതുപോലുള്ള മൃഗങ്ങളുടെ മുറിവിലുള്ള നക്കലോ അല്ലെങ്കിൽ മാന്തകളോ പോറകളോ ഒക്കെ വഴി നമുക്ക് ഈ റാബീസ് രോഗം പകരാവുന്നു. ഡോക്ടർ, ഞാനിവിടെ പുറത്തുള്ള പട്ടികൾക്കൊക്കെ ഭക്ഷണം കൊടുക്കാറുണ്ട്. അപ്പോ അവയിൽ നിന്ന് എന്തെങ്കിലും കടി കിട്ടുന്നതിന് മുമ്പ് എനിക്ക് എന്തെങ്കിലും പ്രതിരോധ മാർഗമുണ്ടോ? അപ്പൊ നമ്മൾ ഒരു വ്യക്തിക്ക് നമ്മളിപ്പോ പ്രീ എക്സ്പോഷർ ആയിട്ട് 0-7-28 നമ്മൾ എടുത്തെന്ന് വിചാരിക്കും. ഇതിന് ശേഷം നമുക്ക് ഒരു പട്ടിയോ പൂച്ചയായിട്ട് സമ്പർക്കം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ അവിടെ മാന്തോ കടിയോ കിട്ടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എടുക്കുന്നതാണ് റീ എക്സ്പോഷർ. അതായത് 0-3, അത് ഇന്ന് എടുത്തു കഴിഞ്ഞാൽ ഇന്ന് കഴിച്ചന്ന് പിന്നെ 3 ദിവസം കഴിഞ്ഞിട്ട്. പക്ഷെ ആ സമയത്ത് നമ്മൾ എന്താ മുറിവിൽ എടുക്കേണ്ട റാബീസ് ഇമ്മ്യൂണോഗ്ലോബുലിൻ എന്ന് പറഞ്ഞ സെറം എടുക്കേണ്ട ആവശ്യകതയില്ല. നന്ദി. ഞാൻ ഇന്നലെ പൂച്ചനെ കളിപ്പിച്ചുകൊണ്ടിരിക്കുമ്പം ആ പൂച്ച ഒന്ന് കടിച്ചു, ചെറിയൊരു ചോര വന്നു. അപ്പൊ തന്നെ സോപ്പും വെള്ളമൊക്കെ ഉപയോഗിച്ച് കഴുകി. കുത്തിവെപ്പൊക്കെ എടുക്കാറുള്ള പൂച്ചയാണ്. പിന്നെ എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ? വളർത്തുമൃഗങ്ങൾക്ക് കുത്തിവയ്പ് എടുക്കുന്നത് അവരുടെ സംരക്ഷണത്തിന് വേണ്ടി മാത്രമാണ്. അതൊരിക്കലും നമുക്കൊരു സംരക്ഷണമാകുന്നില്ല. നമുക്ക് ഇപ്പോ ഒരു പട്ടിയുടെ കടിയോ മാന്തോ അങ്ങനെ എന്തെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം ആ ഒരു ഏരിയ സോപ്പും വെള്ളം ഉപയോഗിച്ച് ഒരു 15 മിനിറ്റ് നന്നായിട്ട് കഴുകുക എന്നുള്ളതാണ്. കുത്തിവയ്പ് 4 ദിവസങ്ങളായിട്ടാണ് നമ്മൾക്ക് കിട്ടുന്നത്. ആദ്യം നിങ്ങൾ വരുന്ന ദിവസം തന്നെ 2 തോളത്തായിട്ട് ഓരോ ഇഞ്ചക്ഷൻ കിട്ടുന്നതായിരിക്കും. ഈ 4 ദിവസവും കുത്തിവയ്പ് എടുത്താൽ മാത്രമേ വാക്സിനേഷൻ പൂർത്തിയാവുകയുള്ളൂ. ആദ്യത്തെ കുത്തിവയ്പ് ആരോഗ്യ കേന്ദ്രത്തിൽ നിങ്ങൾ ആദ്യമായി വരുന്ന ദിവസം തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. കുത്തിവെപ്പ് എടുത്താൽ തന്നെ എന്തെങ്കിലും ഭക്ഷണത്തിലോ ഇപ്പൊ ചിക്കൻ അല്ലെങ്കിൽ എന്തെങ്കിലും വെജിറ്റബിൾസ് എന്തെങ്കിലും കഴിക്കാതിരിക്കേണ്ടയോ അങ്ങനെ ലഭിക്കും? പേവിഷബാധയ്ക്കുള്ള കുത്തിവയ്പ്പിന് ശേഷം പ്രത്യേകിച്ച് ഭക്ഷണ ക്രമീകരണങ്ങളൊന്നുമില്ല. എന്നാൽ പുകവലിയും മദ്യപാനവും തീർത്തും ഒഴിവാക്കേണ്ടതാണ്. ഡോക്ടർ, ഞാൻ 2 മാസം മുന്നേ ഈ റാബീസ് വാക്സിനേഷൻ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അന്ന് പട്ടി കടിച്ചിട്ട്. ബട്ട് ഇന്നലെ എനിക്കൊരു പൂച്ച മാണ്ടിയിട്ടുണ്ടായിരുന്നു എന്നെ. അപ്പൊ ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? വീണ്ടും വാക്സിനേഷൻ എടുക്കേണ്ടതുണ്ടോ? കഴിഞ്ഞ 3 മാസത്തിനുള്ളിൽ പേവിഷബാധയ്ക്കുള്ള 4 ഡോസ് കുത്തിവയ്പ്പുകളും എടുത്ത ആളാണ് നിങ്ങളെങ്കിൽ ഇനി മുറിന് ചുറ്റും സിറമോ വാക്സിനോ എടുക്കേണ്ട ആവശ്യമില്ല. പകരം 15 മിനിറ്റ് നേരം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കഴുകിയാൽ മാത്രം മതിയാകും. കുത്തിവെപ്പൊക്കെ ഇപ്പൊ എടുത്തു കഴിഞ്ഞല്ലോ. അപ്പോ ഈ കുത്തിവെപ്പ് എടുത്തതിന്റെ OP ടിക്കറ്റ് മറ്റു രേഖകൾ തീർച്ചയായും നിങ്ങൾ സൂക്ഷിച്ചു വെക്കണം. കാരണം വീണ്ടും നിങ്ങൾക്ക് പട്ടിയോ പൂച്ചയോ അല്ലെങ്കിൽ കടിക്കുകയോ മാന്തി എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഇനി ആ കടിച്ചു കൊടുത്ത് നമുക്ക് മുറിവിൽ കൊടുത്ത ഇഞ്ചക്ഷൻ വീണ്ടും എടുക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. മാത്രമല്ല, നമുക്ക് ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ തന്നെ തോളിൽ 2 ഇഞ്ചക്ഷൻ മാത്രം എടുത്താൽ മതി. അതും ഓരോ തോളിലും ഓരോ ഇഞ്ചക്ഷൻ. ആദ്യത്തെ ദിവസം 3ാമത്തെ ദിവസം മാത്രം എടുത്താൽ മതി. അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ രേഖകളൊക്കെ സൂക്ഷിച്ചു വെക്കുക. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ നമുക്ക് ഫോട്ടോ ആയിട്ടെങ്കിലും എടുത്തു വെക്കാൻ നോക്കുക. മുറിയിൽ ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞു. ഇപ്പൊ മുറി ഇഞ്ചക്ഷൻ എടുത്തു കഴിഞ്ഞിട്ടെങ്കിൽ മുറിയിൽ തുറക്കാനൊക്കെ തരുന്ന പഞ്ഞി ഉണ്ട്. ആ പഞ്ഞി എന്തെങ്കിലും ഇപ്പൊ നമ്മളുടെ മഞ്ഞ കളറിലെ ബോക്സ് ഉണ്ട്. ആ മഞ്ഞ കളറിലെ ബോക്സിലാണ് നിക്ഷേപിക്കുന്നത്.